പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ നിശ്ചയിച്ച ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ കുടുംബം രേഖകൾ കൈമാറി. ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ തെളിവുകൾ സഹിതം കമ്മീഷനെ ബോധിപ്പിച്ചുവെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം. പ്രതികൾക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള കോടതി ഉത്തരവിലെ നിരീക്ഷണങ്ങൾ നിർഭാഗ്യകരമെന്നും മാതാപിതാക്കൾ പ്രതികരിച്ചു. വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ പ്രഖ്യാപിച്ച ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷന് മുൻപിൽ അച്ഛൻ, അമ്മ ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകി. കുസാറ്റ് ക്യാമ്പസിലെ സിറ്റിംഗിൽ വെച്ച് കൈവശമുള്ള മുഴുവൻ തെളിവുകളും കൈമാറിയതായും സിദ്ധാർത്ഥന്റെ കുടുംബം പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ മൊഴിയെല്ലാം കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിന് ജുഡീഷ്യലിന് ഇപ്പോൾ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്കറിയാവുന്ന കുറച്ചുകൂടെ കാര്യങ്ങളുണ്ടായിരുന്നു, പുറത്തു വരേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേസമയം പ്രതികൾക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് തെളിവില്ലെന്ന കോടതിയുടെ നിരീക്ഷണം നിർഭാഗ്യകരമാണെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചു. പ്രതിഭാഗം വാദം ശരിവെച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. മുന്നോട്ടുള്ള കേസ് നടത്തിപ്പിൽ പ്രതികൾക്ക് സഹായകരമായേക്കാം ഇത്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് റാഗിംഗ് ചെയ്യുന്നവർക്ക് പ്രചോദനമായി മാറുമെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചു. അപ്പോൾ ഈ പ്രതിവാദത്തിൻ്റെ ഇതെല്ലാം കൂടെ ശരിവയ്ക്കുന്ന രീതിയിൽ നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നിയമപരമായിട്ട് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രതിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയുള്ളൂ. പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലോസ് ഉണ്ടായി, ഒരു വാക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ടായി. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ വായിക്കുന്നത്, എൻ്റെ കുടുംബം വായിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഇനി അവിടുത്തെ ഒരു വാദത്തിലോട്ട് പോകുമ്പോൾ, ഒരു കേസിലോട്ട് പോകുമ്പോൾ ഈ 19 പ്രതികളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം 25-30 പ്രതികളുള്ള ഒരു കേസായത്. ബാക്കിയുള്ള പിടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഉള്ള ഈ 19 പേരും സുഖമായിട്ട് ഇറങ്ങി പോവേണ്ട ഒരു രീതിയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. സിദ്ധാർത്ഥൻ മരിക്കാനിടയായ സംഭവത്തിൽ കോളേജ് ഹോസ്റ്റൽ അധികൃതർക്കുണ്ടായ വീഴ്ചകളടക്കമാണ് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കുന്നത്. കമ്മീഷൻ അന്വേഷണം നടത്തി 3 മാസത്തിനകം ഗവർണർക്ക് റിപ്പോർട്ട് നൽകണം. ജനം, കൊച്ചി.